വായ്പൂര് മുസ്ലിം പഴയപള്ളി ഏകദേശം 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു ജമാഅത്താണ് വായ്പൂര് മുസ്ലിം പഴയപള്ളി. ഈ പഴയപള്ളിയിൽ ആണ്ടുതോറും എല്ലാ മലയാള മകരമാസം 15-ാം തീയതി നടത്തി വരുന്ന ചന്ദനക്കുട മഹോത്സവത്തിനനുബന്ധിച്ചുള്ള ഒരു നേർച്ചയാണ് പെരുമ്പാറയിലുള്ളത്. പെരുമ്പാറയിൽ നമ്മുടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെല്ലാം എത്തി ഒരു ആലിങ്ങ അടക്കമുള്ള നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ നൽകിക്കൊണ്ട് നേർച്ചയാണ് നൽകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലബാർ അടക്കമുള്ള പ്രദേശങ്ങൾ, ഹൈറേഞ്ച് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ ആൾക്കാർ താമസം മാറിപ്പോയവരുണ്ട്. അവരെല്ലാം ഒരു ഐക്യമെന്ന നിലയിൽ കുടുംബങ്ങളായി മാറുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു ഇതും കൂടിയാണ്. പിന്നെ മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മഹോത്സവം കൂടിയാണ് ചന്ദനക്കുട മഹോത്സവം എന്ന് പറയുന്നത്. അതില് ജാതിമത ഭേദമന്യേ എല്ലാവരും ഇതൊരു വലിയൊരു ആഘോഷമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ചന്ദനക്കുട മഹോത്സവത്തെ അന്ന് വരവേൽക്കുന്നത്. ഈ ചന്ദനക്കുടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇതിന്റെ തുടക്കം എന്നതിൽ തന്നെ എല്ലാ നാട്ടുകാരും ജനങ്ങളും എല്ലാം ഇതിന്റെ ഒരു ആഘോഷം എന്ന നിലയിൽ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങിക്കൊണ്ടാണ് ഈ പരിപാടികളെല്ലാം വിജയപ്രദമാക്കി തീർന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദനക്കുടത്തിന്റെ ആ മകരമാസം 15-ാം തീയതി നടക്കുന്ന പരിപാടിക്ക് ശേഷം 16-ാം തീയതി വായ്പൂര് മുസ്ലിം പഴയപള്ളി അങ്കണത്തിലെ ഒരു അന്നദാനത്തോടുകൂടി ഹംദൂരി നേർച്ചയോടുകൂടിയാണ് പരിപാടിക്കെല്ലാം സമാപനം കുറിക്കുന്നത്. പ്രാധാന്യം അവരുടേതായ പല ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി നേർച്ചകൾ നേർന്ന് ആ നേർച്ചകൾക്ക് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ മകരമാസം 15-ാം തീയതി ഇവിടെ രാവിലെ തലേന്ന് മകരം 14-ാം തീയതി വൈകിട്ട് മുതൽ ഇവിടെ വന്ന് കടന്നു ഉറങ്ങി ഈ പിറ്റേ ദിവസം നേർച്ച പങ്കെടുത്തു പോകുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. നമ്മുടെ അരിമ്പാറ അതുപോലെ തന്നെ അതിന്റെ മാറുന്നതിന് ആവശ്യമായ നേർച്ചകൾ നേരാറുണ്ട്. പിന്നെ ഒട്ടേറെ അന്യ ആൾക്കാരെല്ലാം ഇപ്പം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി നേർച്ചകൾ നേരുന്നുണ്ട്. വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ട് വിവാഹം നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നേർച്ച, ഏത് ഒരു കാര്യങ്ങൾക്കും നേർച്ച നേർന്നുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കുറച്ച് ഒരു ഉച്ചയോട് കൂടി തന്നെ ഇവിടെ തൊട്ടടുത്ത ഒരാൾ എത്തി. അവര് കഴിഞ്ഞ ചന്ദനക്കുടത്തിന് മുമ്പായിട്ട് ഇതുപോലെ തളർന്ന് വീണു. അപ്പോൾ ഈ പള്ളിയിൽ വന്ന് നേർച്ച ഇട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് അവർ നടന്നു വന്ന് അവർ ഈ പ്രാവശ്യം നേർച്ച ഇട്ടെന്നൊക്കെ വന്ന് നമ്മുടെ അവരെ അനുഭവമൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ആൾക്കാർ ഇതിന്റെ ഒരു നേർച്ചയിലൂടെ അവരുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അതാണല്ലോ ഈ ഓരോ വർഷവും ഇവിടെ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വർധനവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേർച്ച എന്ന നിലയിലാണ് ആലിങ്ങ പ്രധാനമായിട്ട് ഇവിടുത്തെ ഒരു നേരത്തെ അത് ആന ചന്ദനക്കുടത്തിന്റെ ഘോഷയാത്ര വന്നു കഴിയുമ്പോൾ ആന വന്നു കഴിയുമ്പോൾ അത് എറിയുന്ന ഒരു ഇതായിരുന്നു. എന്നാലും കുറച്ച് നാളുകളായിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് തരികയും അത് ഇവിടെ നേർച്ചയിടുന്ന എല്ലാ ആൾക്കാർക്കും അത് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശർക്കരയിലും പഞ്ചസാരയിലും ആണ് ഇതുണ്ടാക്കുന്നത്. തലേ ദിവസം ഇത് അരിമാവിലെ കുഴച്ച ശർക്കരയിലും ഉണ്ടാക്കും, പഞ്ചസാര എടുക്കുക, എണ്ണയിലിട്ട് വറുത്ത് കോരിയാണ് ഇത് ഇവിടെ പ്രധാനപ്പെട്ട നേർച്ചയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഇവിടെ ശേഖരിച്ചുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേർച്ച ഇടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് വിതരണം ചെയ്യുകയാണ് പതിവായിട്ട് ഉള്ളത്.